Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാനൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഞാനിതിൽ വൈനൊന്നും ചേർത്തിട്ടില്ല, നോൺ ആൽക്കഹോളിക് ആണ്. അപ്പോൾ എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, റൈസിൻസും ഡേറ്റ്സും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ദിവസം വരെ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി ഒരു ദിവസം വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ വെച്ചാലും മതി. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോക്കായി കിട്ടണം. ഇത് ഞാൻ ഒരു ദിവസം വരെ ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നതാണ്. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് സ്റ്റെപ്സ് ആദ്യമേ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നട്ട്സ് ഒന്നും സോക്ക് ചെയ്യാൻ വേണ്ടി ഇടരുത്. നട്ട്സ് മാറ്റി വെക്കുക. അത് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്താൽ മതി. ഇത് ഒരു ദിവസം വരെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഇതിൽ ഓറഞ്ച് ജ്യൂസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. ഇതിൽ കുറച്ച് ഓറഞ്ച് ജ്യൂസേ ബാക്കി ഉണ്ടാവുള്ളൂ. അത് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനി ആ സമയത്തിന് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാരമൽ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേണം ഇത് കാരമൽ തയ്യാറാക്കാനായിട്ട്. ആദ്യം ഇത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നിറം മാറി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒരുമിച്ച് വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നല്ല ഹീറ്റായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാകത്തിന് നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. ഈ കാരമൽ സിറപ്പ് ചേർക്കുമ്പോഴേ പ്ലം കേക്കിന് നല്ലൊരു കളറ് കിട്ടുള്ളൂ. അതിനുവേണ്ടിയാണ് കാരമൽ സിറപ്പ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് തയ്യാറാക്കാനുള്ള കുക്കർ ഇതൊന്ന് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓയിൽ ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. ഇത്രയും ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ആ ഓയിൽ ബാക്കിയുള്ളത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടെ കാണാവുന്നതാണ്. നമുക്ക് ഓയിലൊന്ന് മുകളിൽ എല്ലാ ഭാഗത്തേക്കും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ പീസ് പട്ട, 3 ഏലയ്ക്ക, 3 ഗ്രാമ്പും കൂടെ ചേർത്ത് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു പാകത്തിന് പഞ്ചസാര പൊടിച്ചെടുക്കണം. ഇനി നമുക്കിത് മൂടി തന്നെ മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കേക്ക് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇത്രയും സ്റ്റെപ്സ് ആദ്യമേ ചെയ്തു വെക്കണം. ഇനി നമുക്ക് 3 മുട്ട പൊട്ടിച്ച് എഗ് വൈറ്റും യോക്കും മാറ്റി വെക്കണം. അതിന് ഒരു ബൗളിലേക്ക് എഗ് വൈറ്റും ഒന്നിലേക്ക് യോക്കും മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുട്ടയും കൂടെ ചെയ്തു വെക്കണം. ഇനി എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബീറ്ററും കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ബീറ്റർ കൊണ്ടാവുമ്പോൾ നന്നായിട്ട് ബീറ്റായി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ്. ഈ ഒരു പാകത്തിന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് മൈദമാവ് ഒന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതായത് 240 ml 1 കപ്പ് മൈദ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർക്കുമ്പോൾ കേക്കിന് നല്ലൊരു കളറ് കിട്ടും.
അപ്പോൾ അതിനുവേണ്ടി നല്ല ടേസ്റ്റുമായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ 2 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതൊരു വിസ്ക് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുത്താലും മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും ഉപ്പും ഒക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എഗ് യോക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ബട്ടർ 100 ഗ്രാം ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് 200 ഗ്രാമിൻ്റെ പാക്കാണ്. അതിൽ പകുതി എടുത്താൽ മതി. അപ്പോൾ ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ബട്ടർ ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അതേപോലെ മുട്ടയാണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് യൂസ് ചെയ്യരുത്. ബട്ടർ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുള്ള ബട്ടറാണ്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്യാനും എളുപ്പമായിരിക്കുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബീറ്റർ കൊണ്ടാണെങ്കിലും മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബീറ്റർ കൊണ്ടാകുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്മൂത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലാണെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ളത് കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുമിച്ച് ആഡ് ചെയ്യരുത്, കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം അതും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബീറ്റർ കൊണ്ടാകുമ്പോൾ ഒരുപാട് കട്ടിയിൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ബീറ്റർ കൊണ്ട് വിസ്ക് കൊണ്ടാണെങ്കിലും ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല തിക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ അരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാറ്റി വെക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മൈദ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് നേരിട്ട് കേക്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ താഴെ വന്ന് അടിഞ്ഞു കിടക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഡ്രൈ മൈദപ്പൊടിയും കൂടെ ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. ഇത് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് യോക്കിലേക്ക് ഈ ഓറഞ്ച് ജ്യൂസ് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കാരമൽ സിറപ്പ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് ഈ എഗ് യോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ എഗ് യോക്കിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും കൂടെ ഒരു വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റും കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ആഡ് ചെയ്ത് ഒരു സ്പാറ്റുല കൊണ്ട് അല്ലെങ്കിൽ ഒരു മരത്തവി കൊണ്ടാണെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പാകത്തിന് നമ്മൾ ഒരുപാട് വിസ്ക് ഉപയോഗിച്ചൊന്നും മിക്സ് ചെയ്യരുത്. ഒരു സ്പാറ്റുല ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എന്നാലേ നമ്മുടെ കേക്ക് നല്ല ഒരു കറക്റ്റ് ടെക്സ്ചർ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ്
മൈദമാവ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടെ കുറേശ്ശെ ആഡ് ചെയ്ത് അതും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ കേക്കിന് നല്ലൊരു കളർ വന്നിട്ടുണ്ട്. കൊക്കോ പൗഡറും ഷുഗർ സിറപ്പും ചേർത്തുകൊണ്ടാണ് അത്രയും നല്ലൊരു കളർ കിട്ടിയിട്ടുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇത് കറക്റ്റ് ഈ ഒരു അളവൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഈ മെഷർമെൻറ്റ് എപ്പോഴും കറക്റ്റാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച്, ഒരു പഴയ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇവിടെ ഞാൻ 1 കപ്പോളം ഉപ്പ് ചേർക്കുന്നുണ്ട്, ഉപ്പ് പൊടി. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഉപ്പ് ചേർക്കാനായിട്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കി എടുക്കണം. ഇത് നമ്മൾ ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ സമയത്തിന് നമുക്ക് കുക്കറിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുക്കർ നമ്മൾ നേരത്തെ തന്നെ ബട്ടർ പേപ്പർ വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. നമ്മളിതിലേക്ക് നട്ട്സ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നട്ട്സ് എന്താണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചാൽ ആഡ് ചെയ്താൽ മതി. പക്ഷെ നട്ട്സ് ഇങ്ങനെ വെച്ചാലും നമ്മൾ കേക്ക് തയ്യാറായി വരുമ്പോഴേക്കും നട്ട്സ് എല്ലാം കൂടെ താഴേക്ക് പോയിട്ടുണ്ടാവും. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ചൂടായിട്ടുള്ള നോൺ സ്റ്റിക്ക് പാൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ മൂടി വെക്കുമ്പോൾ കുക്കറിൻ്റെ വാഷറും വിസിലൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വേണം മൂടി വെക്കാനായിട്ട്. ഇത് നമ്മുടെ ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം വേണം കുക്കർ ഇതിന് മുകളിലേക്ക് വെക്കാൻ. ഇനി ഇതൊരു 40 മുതൽ 50 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് വെന്ത് വന്നിട്ടില്ല. ഇതിലുള്ള നട്ട്സ് എല്ലാം ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് നട്ട്സ് കൂടെ നമുക്കിതിന് മുകളിലേക്ക് ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിന് ഈ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ നട്ട്സ് മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് താഴ്ന്നു പോവില്ല, നട്ട്സ് മുകളിൽ തന്നെ ഉണ്ടായിക്കോളും. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുന്നത്. പിന്നെ ഇതൊന്നുകൂടെ ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കേക്ക് ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് പാകമായോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് വെന്തെന്നുള്ളതാണ് അതിനർത്ഥം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഒന്നൊരു കത്തി ഉപയോഗിച്ചൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ച് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ബട്ടർ പേപ്പർ ഇതിന് മുകളിലുള്ളത് ഒന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് കേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറായിട്ടുണ്ട്. നട്ട്സൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ തന്നെ ഉണ്ട്. ഇത് വേണമെങ്കിൽ കുറച്ച് നട്ട്സും കൂടി ഉപയോഗിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്ലം കേക്ക് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.